72, 74, 75, 77, 77 വരെ കയറത്തുള്ളൂ കേട്ടോ. 78 കയറി, 79 കയറി. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഹാപ്പി ന്യൂ ഇയർ വിഷസ് നേരുകയാണ്. അപ്പോൾ ഇന്ന് 2025 ജനുവരി 1-ാം തീയതിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ചേതക് EVയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള 3501 ആണ് കേട്ടോ. ചേതക് EV പ്രീമിയം അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഏറ്റവും കൂടിയൊരു വേരിയൻ്റ് ആണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചേതക്കിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് അറവൻ എന്ന് പറഞ്ഞ വേരിയൻറ്റിൻ്റെ. അത് കഴിഞ്ഞ് പ്രീമിയവും പിന്നെ 2901 എന്നൊക്കെ പറഞ്ഞ മോഡൽസൊക്കെ ഇറങ്ങിയത്, പിന്നെ അതൊന്നും ചെയ്തില്ല. എനിക്ക് തന്നെ ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി ഇതിന് ഏതൊക്കെ മോഡൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ്. കാരണം എല്ലാം കണ്ട് ഒരുപോലെയൊക്കെ ഇരിക്കും. കാരണം ഇവരുടെ ഓരോ മോഡലിനും നമ്പർ ഇട്ടൊക്കെ വിളിക്കുന്നത്. 29 സീരീസ്, ഇത് 35 സീരീസ്. അപ്പോൾ ഞാൻ കുറേ നേരം ഷോറൂമിലൊക്കെ പോയിരുന്ന് ചർച്ചയൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇത് ഏതൊക്കെ മോഡലുകളാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഈ 35 സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയം എന്ന് പറഞ്ഞ വേരിയൻറ്റിൻ്റെ സീരീസാണ്. അതിൻ്റെ പേര് ഇങ്ങോട്ട് മാറ്റിയെന്നുള്ളൂ എന്ന് പറഞ്ഞാൽ 35 സീരീസ് എന്നാക്കിയിട്ടുള്ളൂ. അപ്പോൾ 3501 ആണ് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ്. ഇതിൻ്റെ താഴെ 02 ഉണ്ട്, പിന്നെ 03 ഉണ്ട്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഈ മോഡലായിട്ട്, അതൊക്കെ നമുക്ക് പറയാം. പിന്നെ നമ്മൾ പ്രീമിയത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു, അർബൻ്റെ മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു. കാരണം എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ലുക്ക് വൈസ്, വേറെ ലുക്കിലൊന്നും മാറ്റമൊന്നുമില്ല, സ്പെക്കുകളിലാണ് മാറ്റം വന്നേക്കുന്നത്. പിന്നെ പ്രൈസ് റേഞ്ചിലും 2901 എന്ന് പറഞ്ഞ വേരിയൻ്റ് ആയിരുന്നു ഏറ്റവും എന്താ പറയുക ബേസ് വേരിയൻ്റ് ആയിട്ടുള്ളത്. അതിനെ അപ്ഡേറ്റ് ചെയ്തിട്ട് 2903 ആക്കി ഇറക്കിയിട്ടുണ്ട്. അതിന് ഡിസ്ക് ഒന്നും വരുന്നില്ല, ഡ്രം വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിന് ഡിസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പുതിയ അപ്ഡേറ്റ് വണ്ടിയിൽ ഉള്ള സംഭവങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നടന്നൊക്കെ നോക്കാം. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചും കൂടെ കാണിക്കാം. ഓൾറെഡി ഞാൻ വണ്ടിയുടെ വീഡിയോ ഒന്ന് എടുത്തതാണ്, പക്ഷേ ലൈറ്റൊക്കെ പോയിരുന്നില്ല, വൈകുന്നേരമാണ് എടുത്തത്, അതായത് 31-ാം തീയതി. അപ്പോൾ വീഡിയോ ഒന്നും ശരിയായില്ല, അതുകൊണ്ട് ഇന്ന് ഒന്നുകൂടെ പുതുവർഷത്തിൽ ഒന്നുകൂടെ ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഇതിൻ്റെ വീഡിയോ എടുക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു DRലാണ്. റൗണ്ട് അല്ല, ഒരു ഓവൽ പോലത്തെ ഷേപ്പാണ്. താഴെ വരുന്നില്ല, താഴെ കട്ടാണ്. നടുക്ക് ചേതക്കിൻ്റെ ലോഗോയാണ്. ഡ്യുവൽ ചേമ്പറായിട്ടുള്ള ഹെഡ്ലൈറ്റാണ് കേട്ടോ. ഫുൾ LED സെറ്റപ്പാണ്. അത് നമുക്ക് ഓണാക്കാനും ഓഫാക്കാനും പറ്റും. പിന്നെ ചുറ്റുമായിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഗ്രേ കളർ കാണാൻ പറ്റുന്നുണ്ട്. ഈ വണ്ടിക്ക് 5 കളർ അവൈലബിൾ ആണ് കേട്ടോ. പുതിയതായിട്ടൊരു മാറ്റ് റെഡും കൂടെ വരുന്നുണ്ട്, അതാണ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ചെറിയ റെയർ വെൻ്റ് പോലെ ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ആ ചേതക്ക് തന്നെ കേട്ടോ. ലുക്ക് വൈസ് യാതൊരു മാറ്റമില്ല. പിന്നെ ഇവിടെ ചേതക്കുന്നൊരു ചെറിയൊരു ലോഗോ കാണാം, ഒരു ക്രോം ഫിനിഷിങ്ങിൽ ഇൻഡിക്കേറ്റർ കാണാം. എല്ലാത്തിലും ഒരു പ്രീമിയം സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. നല്ലൊരു സ്റ്റാൻഡേർഡ് ഫിറ്റും ഫിനിഷും നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം അനാവശ്യമായിട്ടുള്ള ഗ്യാപ്പുകളോ ബോഡി പാനൽസിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളോ അങ്ങനെയൊന്നും നമുക്ക് നോട്ടത്തിലൊന്നും കാണാനൊന്നുമില്ല. എല്ലാം അതിമനോഹരമായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ക്രാഫ്റ്റ്. കാരണം ഇതിലൊരു 90% ഓഫ് ദ പാർട്ടും മെറ്റലാണ് വരുന്നത്. കുറച്ച് പാർട്സ് മാത്രമാണ് ഈ ഫൈബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ വരുന്നുള്ളൂ. ഇത് ഒരു ഫൈബർ ആണ്, ഇത് മെറ്റലാണ്. പിന്നെ ഇതും ഫൈബറാണെന്ന് തോന്നുന്നു, ഫൈബറാണ്. പക്ഷേ ഈ ഒരു മെയിൻ പാർട്ടൊക്കെ ഉണ്ടല്ലോ സൈഡിലോട്ട് വരുന്നത്, ഇതൊക്കെ മെറ്റലാണ് കേട്ടോ. ചളുങ്ങിപ്പോയ നൂർത്ത് പെയിൻ്റ് അടിക്കാനൊക്കെ പറ്റും ഈ സൈഡ്. അതെ, പിന്നെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്ന നമ്മുടെ ക്ലോസ്ഡ് ഗ്ലോ ബോക്സ് ഉണ്ടല്ലോ, ഇത് ഫൈബറാണ്. സ്ട്രോങ് ബിൽഡായിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതിൻ്റെ മിററും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. കിട്ടിലൻ മിററാണ് കേട്ടോ. അതിലും ചേതക്കിൻ്റെ ഒരു ലോഗോ കാണാം, രണ്ട് സൈഡിലും മിററിൽ കാണാം. പിന്നെ ഇതാണ് അതിൻ്റെ ബ്രേക്ക് ലിവർ വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ ബാക്ക് സൈഡിലെ ബ്രേക്കിൻ്റെ ലിവറിൽ നമുക്ക് ഒരു ഹാൻഡ് ബ്രേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഉരുണ്ട് പോകാതിരുന്നോളും. ജസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ റിലീസാക്കാൻ പറ്റും. അല്ലാണ്ട് തന്നെ ഇതിനകത്ത് ഹിൽ ഹോൾഡൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം. പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും 90-12 ട്യൂബ്ലെസ് അലോയ് വീലോട് കൂടിയ ടയറും കാര്യങ്ങളൊക്കെ കാണാം. ബാക്ക് സൈഡിലും സെയിം ടയർ തന്നെയാണ്. 90-12 ഇഞ്ചിൻ്റെ വീൽസാണ് ഫ്രണ്ടിലും ബാക്കിലും. MRFൻ്റെ സാപ്പർ ടയേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്, ബാക്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. എന്നാലും അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര വലിയ ബൈറ്റൊന്നുമില്ല, വണ്ടി പിടിച്ചെടുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ 2 പേരൊക്കെ പോകുമ്പം ഒരു എന്താ പറയുക സ്റ്റോപ്പിംഗ് പവറൊക്കെ ഇച്ചിരി കുറവുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്തൊരു പവർ ഡെലിവറി തരുന്നൊരു വണ്ടിയല്ല, അതുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ടു മച്ച് ഓഫ് പവറുള്ള വണ്ടിയായിരുന്നെങ്കിൽ ബ്രേക്കിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ അത്രയും പവർ തരുന്ന വണ്ടി അല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയൊരു ഇനീഷ്യൽ ടോർക്കിൻ്റെ ഒന്നും ഒരു ഫീലൊന്നും ഈ വണ്ടിക്കില്ല. നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ്, നമ്മുടെ കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതേസമയം ഓല ഏതൊക്കെ പോലെ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെയും കൊണ്ട് പോകുന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ബ്രേക്കിംഗ് ബൈറ്റൊക്കെ ഇച്ചിരി കൂടുതലാണ്, അപ്പോൾ അതിനത്രയും ബ്രേക്ക് വേണം. പിന്നെ ഇതിന് നോക്കിയാൽ അറിയാവുന്നവർക്ക് മനസ്സിലാവും, നേരത്തെ ചേതക്ക് കണ്ടവർക്ക് ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ അളവും കണക്കൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷേ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഫുട് ബോർഡ് കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ട്. കാരണം ഈ ഒരു വണ്ടിയുടെ ബാറ്ററി പാക്ക് വരുന്നത് ഫുട് ബോർഡിലാണ്.
നേരത്തെ ഉണ്ടായിരുന്ന വണ്ടിയുടെയൊക്കെ സീറ്റിൻ്റെ അടിയിലായിരുന്നു. അപ്പോൾ അണ്ടർ സീറ്റ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 18 ലിറ്ററോ അങ്ങനെ എന്തോ ആയിരുന്നു. ഇപ്പം ഇതിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് കൂട്ടിയിട്ടുണ്ട്, 35 ലിറ്റർ ആക്കിയിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റാണ് ഇത്രയധികം അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നത്. 35 ലിറ്ററോളം അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഉള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അത് ഇതാണ് ചേതക്കിൻ്റെ EV 3501, അതായത് പ്രീമിയത്തിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വേരിയൻറ്റ്. പിന്നെ ഇതിൽ ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആയിട്ടൊരു സാധനം വരുന്നുണ്ട്. ഇതിൽ ഇൻബിൽറ്റ് ചാർജർ വരുന്നുണ്ട്, അതായത് 950 വാട്ടിൻ്റെ ഇൻബിൽറ്റ് ചാർജർ അഡാപ്റ്റർ. അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതായത് നമ്മൾ ചാർജിങ് കേബിൾ അഡാപ്റ്ററൊക്കെ ചുമന്നുകൊണ്ട് നടക്കണ്ടേ, കേബിൾ കൊണ്ട് നടക്കണം, പക്ഷേ ആ ഒരു വലിയ അഡാപ്റ്റർ കൊണ്ടുപോകണ്ട. അഡാപ്റ്റർ ഇതിൽ തന്നെയാണ്. ഇപ്പം ഡയറക്റ്റ് കേബിൾ എടുത്ത് ചുമ്മാ പ്ലഗ് ഇൻ ചെയ്താൽ മതി. കേബിളിൻ്റെ അത് കിടപ്പുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം സീറ്റ് തുറക്കുമ്പോൾ. അത് ഈ ഒരു വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ 3502 എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ പുറത്ത് തന്നെയാണ് അഡാപ്റ്റർ വരുന്നത്, ഇൻബിൽറ്റ് അല്ല. പക്ഷേ സ്പേസ് ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ 03 വരുമ്പോഴത്തേക്കും ഡിസ്ക് വരുന്നില്ല, ഡ്രം വരുന്നുണ്ട്. പിന്നെ ഇതിൽ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ടോപ്പ് വേരിയൻറ്റിൽ. പിന്നെ ഇതിൻ്റെ ബേസിലോട്ട് വരുമ്പോഴത്തേക്കും ടച്ച് സ്ക്രീൻ വരുന്നില്ല, TFT ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ ഈ 35 സീരീസിലെ വേരിയൻസുമായിട്ട്. അപ്പോൾ ഈ ഒരു ടോപ്പ് വേരിയൻ്റെ കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. കാരണം ഇത് കുറേ വണ്ടികളുള്ളതുകൊണ്ട് 3-4 മോഡലുകളുണ്ട്, എല്ലാം കൂടെ ഓർത്തെടുത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ ബാക്കി വണ്ടികളുടെയൊക്കെ വീഡിയോ ഞാൻ വേറെ ആയിട്ട് ചെയ്യാം. ഓൾറെഡി അർബൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ 2903 അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള 03യുടെ ഒരു വീഡിയോ എനിക്ക് ചെയ്താൽ കൊള്ളാതുണ്ട്, അത് ഞാൻ ചെയ്യാം. ഈ നമ്പറൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കും കൺഫ്യൂഷൻ ആവും. 2903 3501 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല. ഈ വണ്ടിയുടെ വിശേഷം ആദ്യം പറയാം. ഇതാണല്ലോ നമ്മളിന്ന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയാം. പിന്നെ ഈ സൈഡ് ലുക്കിൽ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ചേതക്കുന്ന ഒരു ക്രോം സ്റ്റിക്കർ കാണാം, ഒരു 3D. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ, അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ ചേതക്കുന്ന ഒരു വലിയ സ്റ്റിക്കറുണ്ട്. പിന്നെ ഇത് അടിയിൽ സ്ട്രിപ്സ് പോലെ കൊടുത്തിട്ടുണ്ട് സ്റ്റിക്കർ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റിക്കറിങ് കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് പില്ലിയൻ ഫുഡ് ബെക്ക് വരുന്നത്. അടിപൊളി ഫുഡ് ബെക്കാണ്, റബ്ബർ ബീഡിംഗ് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഔട്ടിരിക്കാൻ മാത്രമുണ്ട്. ഇതാണ് ഫുഡ് ബോർഡ് വരുന്നത്, നല്ല ഫ്ലാറ്റ് ഫുഡ് ബോർഡാണ്. ഇതിനുള്ളിലാണ് കേട്ടോ ബാറ്ററി വരുന്നത്. IP67 വാട്ടർ റേറ്റഡ് ആണ്. അപ്പോൾ വാട്ടറിൽ കൂടെ ഓടിക്കുന്ന ടെസ്റ്റ് വീഡിയോസൊക്കെ കണ്ടായിരുന്നു. വെള്ളമൊന്നും കയറത്തില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ സൈഡിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, ക്രാഷ് കാർഡ് പോലെ എന്തോ തോന്നുന്നു. മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി. അത് മെറ്റലാണ്, സൗണ്ടൊക്കെ കേട്ടോ. പിന്നെ ഇത് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഹുക്ക് കാണാം. അത് ചേതക്കിൻ്റെ ലോഗോയുടെ ഷേപ്പിൽ തന്നെയാണ്. 3 kg ഇതിൽ തൂക്കിയിടാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്തെങ്കിൽ ചാടി വരും, പ്രസ് ചെയ്തൊക്കെ കയറിപ്പോകും. പിന്നെ സീറ്റ് പ്രീമിയം സീറ്റ് തന്നെയാണ് കേട്ടോ. ചേതക്ക് പ്രീമിയം എന്ന് പറയുന്ന പോലെ തന്നെ ഡ്യുവൽ ടോൺ കളറിൽ വരുന്ന സീറ്റാണ് കേട്ടോ. ഇവിടെ ഒരു ബ്രൗൺ കളറ്, നല്ല സ്ക്വയർ കട്ടിങ് പോലെ ബ്രൗൺ ആൻഡ് വൈറ്റ് സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന സീറ്റാണ്. ഞങ്ങൾ 2 പേരിരുന്ന് പോയി, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ടിരുന്ന് പോകാം. ഈ സൈഡിൽ ചേതക്കുന്ന ഒരു സ്റ്റിക്കറുണ്ട്. പിന്നെ ഗ്രാബ് റെയിൽ, കിടിലൻ ഗ്രാബ് റെയിലാണ്. ആ സീറ്റിൻ്റെ ഡിസൈനോട് തന്നെ ഇഴുകിച്ചേരുന്നിടത്ത് ഇങ്ങനെ ഒരു ഫ്ലോയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ആ മോഡൽസ് പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയും ഒരു എയർ വെൻറ്റ് പോലത്തെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ചേതക്കെന്നുള്ള ഒരു ക്രോം 3D സ്റ്റിക്കറും കാര്യങ്ങളും. പിന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ് ആൻഡ് ഇൻഡിക്കേറ്റർ സെറ്റപ്പാണ് വരുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ടൊരു ഗ്രേ കളർ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഇതിനെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു റിഫ്ലക്ടർ ഉണ്ട്, ഈ സൈഡിൽ 2 റിഫ്ലക്ടർ ഉണ്ട്. ഇവിടെയാണ് നമ്പർ പ്ലേറ്റ് ഹോൾഡ് ചെയ്യുന്നത്. ഈ ടെയിൽ പോർഷനൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഡിസൈനിൻ്റെ മികവ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു ഷേപ്പിൽ തന്നെ വന്ന് അവസാനിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മോട്ടർ സെറ്റപ്പ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. BLDC ഡയറക്റ്റ് സോളിഡ് മോട്ടറാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മോട്ടറിന് 4.1 കിലോവാട്ടാണ് ഇതിൻ്റെ ഒരു പവറും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല പവർ ഡെലിവറി ഉള്ളൊരു മോട്ടറാണെങ്കിലും പക്ഷേ ഇനീഷ്യലി ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ക്വിക്ക് റെസ്പോൺസ് ഒന്നുമല്ല, പക്ഷേ പവർ എടുക്കും സാധനം. അത് ഞാൻ ഓടിക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ബ്രേക്കിലോട്ട് പോകണമെങ്കിൽ ഡ്രം ബ്രേക്കാണ്, അത് കാണാൻ സാധിക്കുന്നത്. മോണോഷോക്ക് സെറ്റപ്പാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നോർമൽ, അതുപോലെ തന്നെ അപ്പുറം കണ്ട പോലെയൊക്കെ തന്നെ സൈഡ് സ്റ്റാൻഡ്, എഞ്ചിൻ കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ സസ്പെൻഷനിലോട്ട് വരുവാണെങ്കിൽ ഇതാണ് ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത്. സൈഡഡ് ലീഡിംഗ് ലിങ്ക് സസ്പെൻഷൻ എന്നാണ് ഈ ഒരു സസ്പെൻഷന് പറയുന്നത്. സസ്പെൻഷൻ പാർട്ടിലോട്ട് നോക്കുമ്പോഴത്തേക്കും അത്ര ഒരു സോഫ്റ്റ്വെയർ ഒന്നും അല്ല, എന്നാൽ അത്ര ഹാർഡറും അല്ല. പക്ഷേ ഒരു ബൗൺസിങ് ടെൻഡൻസി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. 2 പേരൊക്കെ ഒരു ചാട്ടമൊക്കെ ഉണ്ട്, ഞാനത് ഓടിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിതിൻ്റെ ചുറ്റും നടന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഇതിൻ്റെ മീറ്റർ കൺസോളിലോട്ട് നോക്കുവാണെങ്കിൽ കിഡിലൻ മീറ്റർ കൺസോളാണ്. കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ, നല്ല കളർഫുൾ ആയിട്ടുള്ള മീറ്റർ കൺസോളാണ്. ചേതക്കിൻ്റെ ഒരു ലോഗോ ഇവിടെ തെളിഞ്ഞ് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇത് ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ ടച്ച് ചെയ്യാൻ പറ്റും. ബേസ് വേരിയൻറ്റിൽ ടച്ച് ഇല്ല, നമുക്ക് സ്വിച്ചസിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിൽ സ്വിച്ചസിലും കൺട്രോൾ ചെയ്യാം, ടച്ചിലൂടെയും കൺട്രോൾ ചെയ്യാം. 2 ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഹോണും കാര്യങ്ങളൊക്കെ. TFT ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ കണ്ടോ, നമുക്ക് നല്ല വെയിലുള്ള സമയമാണ്, എന്നാലും അത്യാവശ്യം നന്നായിട്ട് കാണാൻ, നല്ല കളർഫുള്ളായിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ഓഡോമീറ്റർ ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്, റേഞ്ച് ഉണ്ട്, SOC എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ചാർജ്. വണ്ടിക്ക് എന്തെങ്കിലും ചാർജ് ഉണ്ട്. ഇപ്പോൾ 57% ചാർജ് ഉണ്ട്. വണ്ടി ഇപ്പോൾ ന്യൂട്രലാണ്, വണ്ടി ഓഫായി പോയിരിക്കുകയാണ് ഗൈസ്. വണ്ടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഓൺ ആക്കട്ടെ. അപ്പോൾ സൈഡിലൊരു സ്വിച്ച് ഉണ്ട് കേട്ടോ. ഈ വണ്ടിക്ക് കീ ഫോബ് ആണുള്ളത്, കീ അല്ല. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ കീ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ കീ ഫോബ് സെറ്റപ്പ് ആണെന്ന് വെച്ചാൽ നമ്മൾ കീ എടുത്ത് കയ്യിൽ പിടിച്ചാൽ മതി. ഇതുണ്ടോ, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇതിൽ പ്രസ് ചെയ്തിട്ടാണ് വണ്ടി ലോക്കാക്കുന്നത്, അൺലോക്ക് ആക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലെ ഈ ഗ്ലോ ബോക്സും തുറക്കാം. ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. കണ്ടോ, ഇങ്ങനെ തുറന്നു വരും.
ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ച്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ കീ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കീ വരുന്നത്. ഇതൊരു 100 മീറ്റർ ഗ്യാപ്പിലെങ്കിലും ഉണ്ടായിരിക്കണം, എന്നാലേ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഈ സാധനം കയ്യിലില്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ താക്കോലൊന്നുമില്ല, ഈ സാധനം മതി, കാറിൻ്റെയൊക്കെ പോലെ. പിന്നെ വണ്ടി ഓഫായിട്ട് ലോക്കായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഇൻഡിക്കേറ്ററൊക്കെ തെളിയും. അതായത് വണ്ടി എവിടെ ഇരിക്കുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്കിത് തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചേക്കാം. അപ്പോൾ ഇത് ഒരു ക്ലോസ്ഡ് ഗ്ലോ ബോക്സ് ആണ്. 2 ഓപ്ഷൻസ് ഉണ്ട്, 2 അറകളുണ്ട് അപ്പുറം ഇപ്പുറയും. ഇവിടെ നമ്മുടെ ഫസ്റ്റ് എയ്ഡും ടൂളും കാര്യങ്ങളൊക്കെ വെക്കാൻ. പിന്നെ ഇവിടെ ഒരു A ടൈപ്പ് ചാർജിങ് പോർട്ടും ഉണ്ട്, മൊബൈലൊക്കെ ചാർജ് ചെയ്യാം. അയ്യോ, കീ ദാണ്ട ചാടി പോകുന്നു. കീ സൈഡിലോട്ട് തന്നെ വെച്ചേക്കാം. കീ ഇവിടെ ഇരിക്കും, കീ എങ്ങും പോകണ്ട. ഓക്കെ, കീനെ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ ഓപ്പൺ ഗ്ലോ ബോക്സ് ആണ് കേട്ടോ. ഇങ്ങനെ അടപ്പൊന്നുമില്ല, തുറന്ന് 2 പോക്കറ്റ് പോലെയാണ്. പിന്നെ ഈ ഗ്ലോ ബോക്സ് തുറക്കുന്ന നമ്മുടെ ഇതേ സ്വിച്ചിൽ തന്നെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴാണ് സീറ്റ് തുറക്കുന്നത്. അപ്പോൾ ഒരു ഒച്ച കേൾക്കും കണ്ടോ, ചെറിയൊരു മോട്ടറൊക്കെ വേണമെന്ന പോലെ. സീറ്റ് തുറന്നു കഴിയുമ്പോഴാണ് നമ്മുടെ മാരകമായ അണ്ടർ സീറ്റ് സ്റ്റോറേജ് കാണാൻ പറ്റുന്ന 35 ലിറ്ററിൻ്റെ കണ്ടോ. അത്യാവശ്യം വലിയൊരു അണ്ടർ സീറ്റ് സ്റ്റോറേജ് ആണ്, നല്ല ആഴത്തിലുള്ള ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് വെക്കാം. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി സമയങ്ങളിലൊക്കെ സാധനം വെക്കാൻ എടുക്കാനൊക്കെ നമുക്ക് ഉപകാരപ്പെടും. വെട്ടമുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. ചാർജറല്ല, ചാർജിങ് കേബിളാണ് വരുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഈ സംഭവം എന്താ ഞാൻ ഷോറൂമിൽ ചോദിച്ചു. അപ്പോൾ എന്തെങ്കിലും എറൊക്കെ വന്നാൽ ചുമ്മാ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞത്. ഇതിനകത്തൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ ഇൻബിൽട്ടാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ചാർജിങ് പോർട്ട് വരുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുത്തിയിട്ട് ചാർജ് ചെയ്യുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണെന്ന് പറഞ്ഞത്. ഇതൊരു 80% ചാർജ് ആകാൻ വേണ്ടി 3 മണിക്കൂർ മതി. അപ്പോൾ ഇത് വലിയ വെയിറ്റ് ഒന്നും ഇല്ല കണ്ടോ. ഒരു ചെറിയൊരു കേബിളും അത്ര ഇത് കൊണ്ടു നടക്കാനും എളുപ്പമുണ്ടോ. നമുക്ക് ചുരുട്ടി കൂട്ടി ഇത് വേണമെങ്കിൽ പോക്കറ്റിലാണെങ്കിലും തള്ളി കയറ്റാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. വലിയൊരു ചാർജർ ചുവന്നുകൊണ്ട് നടക്കുന്ന ഒരു ഇതൊന്നുമില്ല. നല്ല സ്പേസും ഉണ്ട്. അതാണ് ഈ ബാറ്ററി പാക്ക് ഇവിടുന്ന് എടുത്ത് മാറ്റി ഈ ഫുഡ് ബോർഡിലോട്ട് കൊടുത്തപ്പം വന്ന ഒരു ഗുണമാണ്. നേരത്തെ ബാറ്ററി പാക്ക് ഇതിൻ്റെ അടിയിലായിരുന്നല്ലോ, അതുകൊണ്ടാണ് നേരത്തെ അത്ര സ്പേസിലായിരുന്നു. അപ്പോൾ ഇത്രയും സ്പേസ് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഇതിനാണെന്നാണ് പറയപ്പെടുന്നത്. നിലവിൽ വേറെ ഒന്നിനുമില്ല. പിന്നെ ഈ സീറ്റാണെങ്കിലും ഇങ്ങനെ പടക്കേ നടയുന്ന ടൈപ്പല്ല, മറ്റേ ഹൈഡ്രോളിക് സെറ്റപ്പാണ് കേട്ടോ. ഇതിങ്ങനെ വെച്ചാൽ പയ്യേ പോകത്തുള്ളൂ. ഇത് ഓണായിരിക്കുന്നതുകൊണ്ടാണ് ഈ കീ ഒച്ച കേൾക്കുന്നത്. ഇത് അടച്ച് കഴിയുമ്പോൾ ഒച്ച അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ. നമ്മൾ കാര്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ മീറ്ററിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് പെട്ടെന്ന് കീയിലോട്ട് പോയി കീന്ന് സീറ്റിലോട്ട് പോകുന്നു. ഇനി നമുക്ക് തിരിച്ച് വീണ്ടും മീറ്ററിലോട്ട് പോകും. ഞാനിതിൽ ജസ്റ്റ് ഒന്ന് കയറട്ടെ. അപ്പോൾ നമ്മുടെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഡൗൺ എന്നുള്ള വാണിംഗ് കാണിക്കുന്നുണ്ട്, ന്യൂട്രൽ കാണിക്കുന്നുണ്ട്, ഓഡോമീറ്റർ ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്, റേഞ്ച് ഉണ്ട്. 75 കിലോമീറ്റർ ഓടുന്നതാണ് കാണിക്കുന്നത്. SOC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ചാർജ് ആണ്, 57% ഉണ്ടെന്നാണ് കാണിക്കുന്നത്. എനിക്ക് ചെറിയൊരു ത്രോട്ട് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് എൻ്റെ സൗണ്ട് കട്ടായി പോകുന്നുണ്ട് ഗൈസ്. അയ്യോ, കുറച്ച് വെള്ളം കുടിക്കണമെന്നുണ്ട്. വീഡിയോ എടുത്ത് കഴിഞ്ഞ് കുടിക്കാം. ഇപ്പോൾ സമയം 1:30 എന്നൊക്കെയാണ് കാണിക്കുന്നത്. 1:30 സമയം തെറ്റാണ് കേട്ടോ. പിന്നെ ഈ സ്വിച്ചസും കാര്യങ്ങളും ഇലിമിനേറ്റിംഗ് സ്വിച്ചസ് ആണ് കേട്ടോ. ഇൻഡിക്കേറ്ററിനെ ലെഫ്റ്റ് സൈഡിലോട്ട് തെളിക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിലാണ് സ്വിച്ച്, റൈറ്റ് സൈഡിലോട്ട് തെളിക്കാൻ വേണ്ടി റൈറ്റിലാണ് സ്വിച്ച്. അത് ചിലപ്പോൾ ഒരു തപ്പൽ വരാൻ ചാൻസ് ഉണ്ട്. സാധാരണ നമ്മൾ ഇവിടെയാണല്ലോ ചെയ്യുന്നത്. പിന്നെ ഇവിടെ മറ്റേ ജോയിസ്റ്റിക്ക് പോലെ അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചാണ്. പിന്നെ നമ്മുടെ ലൈറ്റ് തെളിക്കാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്വിച്ച് ഉണ്ട്. ഇത് ഞെക്കുമ്പോഴത്തേക്കും ലൈറ്റ് ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡിമ്മും ബ്രൈറ്റിനും ഇവിടെ സ്വിച്ചാണ്. എല്ലാത്തിനും ഒരു പ്രീമിയം സെറ്റപ്പ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് ബട്ടൺ, ഇത് ഹോണ്, ഇത് റിവേഴ്സ് ബട്ടൺ. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വണ്ടി റിവേഴ്സ് എടുത്ത് കാണിക്കാം. അതിന് മുമ്പ് നമുക്ക് ഒന്ന് ഡ്രൈവ് മോഡിലിട്ട് മുന്നോട്ടെടുത്തിട്ട് പുറകോട്ട് എടുക്കാം. അപ്പോൾ ജസ്റ്റ് ബ്രേക്ക് പിടിച്ചിട്ട് സ്റ്റാൻഡ് എടുക്കണം കേട്ടോ. ഇപ്പോൾ DAയിലോട്ട് ഇട്ടാൽ മതി. സൗണ്ടൊക്കെ ഇട്ടു ഡീന്ന് കാണിച്ചു. ഡീ കണ്ടോ, വണ്ടി ഫ്രണ്ടിലോട്ട് പോയി. ഇനി നമുക്ക് വണ്ടീനെ പുറകോട്ട് എടുക്കാൻ വേണ്ടി ഈ 6 ബ്രേക്ക് പിടിച്ചിട്ട് ഞെക്കി പിടിക്കണം. അപ്പോഴത്തേക്കും റിവേഴ്സ് കണ്ടോ. എന്നിട്ട് നമ്മൾ നോർമലി തിരിക്കുന്ന പോലെ തന്നെ തിരിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒച്ച കേൾക്കും കണ്ടോ, വണ്ടി വയ്യെ. ഞാൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, വണ്ടി തന്നെ പോകുന്നതാണ്. വണ്ടി ഇങ്ങനെ പുറകോട്ട് വരും. എന്നിട്ട് ജസ്റ്റ് ഇതെങ്ങനെ നിർത്തുന്നത്, ബ്രേക്ക് പിടിച്ചാൽ മതിയോ? ഇത്ര തന്നെ ഞെക്കി പിടിച്ച് നോക്കാം. ഓക്കെ, കട്ടാകുന്നില്ല. ഡ്രൈവ് മോഡെ പിടിച്ച് നോക്കാം. ഓക്കെ, കട്ടായി. അപ്പോൾ ഇതൊക്കെ പണി പഠിച്ചു വരുന്നതല്ലോ കേട്ടോ. പിന്നെ നമ്മുടെ ഗ്രിപ്പിലാണെങ്കിലും ചേതക്കിൻ്റെ ലോഗോ ഉണ്ട്, ബാറിൻ്റെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് ഇതിന് വിറയും കാര്യങ്ങളൊന്നും ഇല്ല. അത് ടു മച്ച് ഓഫ് സ്മൂത്ത് വണ്ടിയാണ്. പിന്നെ ഇവിടെയും ഇത് കൺട്രോൾസ് ഉണ്ട്. ഇപ്പോൾ നാവിഗേഷൻ ഡിസേബിൾഡ് ആണ് കിടക്കുന്നത്, ടെക് പാക്ക് ഡിസേബിൾഡ് ആണ്. ടെക് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ അഡീഷണൽ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു eSIM സെറ്റപ്പ് ഉണ്ട്. ഇപ്പോൾ അത് വർക്കിംഗ് അല്ല. ഇതിൻ്റെ അകത്തൊരു ട്രയൽ ഉണ്ടായിരുന്നു 10 കിലോമീറ്റർ വരെ. ട്രയൽ പാക്ക് തീർന്നു പോയി. ഇന്നലെ ഞാൻ ഓടിച്ചപ്പോൾ സ്പോർട്സ് മോഡൊക്കെ എനാബിൾ ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് അത് നിന്നുപോയി. അതാണ് എൻ്റെ വീഡിയോ കുളമായത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്താ സംഭവിച്ച്, വണ്ടിക്ക് വല്ലതും പറ്റിയാണോ? അന്നേരമാണ് അവർ പറഞ്ഞത് ട്രയൽ പാക്ക് തീർന്നു പോയി. ഇനി അത് വർക്കാണെങ്കിൽ 5000 രൂപയോളം കൊണ്ട് മുടക്കണം. 5000 അല്ല 7500 രൂപ കൊണ്ട് മുടക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ഷോറൂമിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാൻ കേട്ടോ നിങ്ങളെ. അപ്പോൾ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഒരു ടെക് പാക്കിൻ്റെ സംഭവങ്ങൾ വരുന്നത്, ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പ്രൈസ് ആക്ച്വലൊന്നും അല്ല കേട്ടോ, അത് നേരത്തെ വേരിയൻറ്റിൻ്റെയാണ്. അപ്പോൾ ഇതിന് 7500 രൂപയോളം വരും. നേരത്തെ 5000 to 9000 ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് പറയാം. അൺലോക്ക് റൈഡിങ് മോഡ്സ്. ഇപ്പോൾ ഒറ്റ ഡ്രൈവ് മോഡ് ഉള്ളൂ, ഇക്കോയെങ്ങാണ്ടുള്ളൂ. മറ്റേ സ്പോർട്ടും കൂടെ ഓണാവും. സ്പോർട്ട് ഓൺ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു എഫിഷ്യൻ്റ്, എന്താ ഒരു ക്വിക്ക് റെസ്പോൺസ് കിട്ടത്തുള്ളൂ. എഫിഷ്യൻസി അല്ല, ഒരു പവർ ഡെലിവറി ഫീൽ ചെയ്യത്തുള്ളൂ.
പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരും. കയറ്റമൊക്കെ കയറുമ്പം ഈ പുറകോട്ട് ഉരുണ്ട് പോകാതിരിക്കും അത് വരും. ഗൈഡ് മീ ഹോം ലൈറ്റ് വരും, അതായത് നമ്മൾ വണ്ടി ഓഫ് ആക്കിയാൽ ലൈറ്റ് തെളിഞ്ഞിരിക്കുക സെറ്റപ്പ്. പിന്നെ റിവേഴ്സ് ലൈറ്റ്സ്, റിവേഴ്സ് എടുക്കുമ്പോൾ ഇപ്പോൾ ലൈറ്റ് ഒന്നും തെളിയത്തില്ല, മറ്റേ മിനി ലൈറ്റൊക്കെ തെളിയും. പിന്നെ മ്യൂസിക് കൺട്രോൾ വരും, നാവിഗേഷൻ വരും, സീക്വൻഷ്യൽ ബ്ലിങ്കിങ്, ഇൻഡിക്കേറ്ററൊക്കെ ഇങ്ങനെ മിന്നുന്ന സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ ഓലയിലൊക്കെ ഉള്ള പോലെ. പിന്നെ ഫ്രീ 1 year ഡേറ്റ പാക്ക് ഉണ്ട്, ചേഞ്ച് ഡിസ്പ്ലേ തീംസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വർക്കാവണമെന്നുണ്ടെങ്കിൽ ടെക് പാക്ക് ആഡ് ചെയ്യണം, സ്പോർട്സ് മോഡ് അതുപോലെ നാവിഗേഷൻ സംഭവങ്ങളൊക്കെ. ഇപ്പോൾ ഇതിൽ അതൊന്നുമില്ല. പിന്നെ ഇതിന് വാറണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടറിനും ബാറ്ററിക്കും കൊടുത്തിരിക്കുന്നത് 3 year ആണ് സാധാരണ സ്റ്റാൻഡേർഡ് വാറണ്ടി കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 2 year കൂടെ ആഡ് ചെയ്തിട്ട് 5 year വാറണ്ടി എടുക്കാൻ പറ്റും വണ്ടിക്ക്. പിന്നെ ടെക് പാക്കിന് പറഞ്ഞില്ല ഒരു 7500 വരും, അതും കൂടെ ആഡ് ചെയ്താലാണ് കൂടുതൽ ഫീച്ചേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിലവിൽ വണ്ടി ഓടിക്കാൻ പറ്റും കേട്ടോ. ഈ വണ്ടിയുടെ റേഞ്ച് എന്ന് പറയുന്നത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിക്കാൻ ഡ്രൈവിലാണ്, നമുക്കിനി ഓടിച്ചുകൊണ്ട് കഥ പറയാം. ഹെൽമെറ്റ് ഒന്ന് അടക്കട്ടെ. അപ്പോൾ ഉണ്ടോ ഈ ഒരു വണ്ടിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 153 കിലോമീറ്ററാണ് ഇപ്പോൾ കമ്പനി പറയുന്ന റേഞ്ച്, കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച്. പക്ഷേ റിയൽ വേൾഡിൽ നമുക്കൊരു 120 കിലോമീറ്റർ റേഞ്ച് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് കമ്പനി അവകാശപ്പെടുന്നത് 73 കിലോമീറ്ററാണ്. പക്ഷേ ഞാനിത് ഇന്നലെ 77 വരെ കയറ്റിയിട്ടുണ്ട്, അത് ഞാനിപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. പിന്നെ ഇത് ഓടിക്കാൻ ഭയങ്കര സ്മൂത്താണ്, എന്താ പറയുക, ഉണ്ടോ കൂളായിട്ടാണ്. പിന്നെ ഇതിനൊരു ലാഗ് ഫീലിംഗ് ആണ്, അതായത് നമ്മളിങ്ങനെ വണ്ടി നിർത്തുകയാണ്, എന്നിട്ട് നമ്മളിങ്ങനെ കൈ കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു പഴം പുഴുങ്ങിയവനെ പോലെ എടുത്തിട്ട് പിന്നെ പഴം പുഴുങ്ങി ഈച്ചയായി മാറുകയാണ്. ഈച്ച പറന്നു പോകുന്നതല്ല പിന്നെ പറക്കുകയാണ്. ആദ്യം വലിയൊരു ഇതൊന്നും ഫീൽ ചെയ്യത്തില്ല. കയറ്റമൊക്കെ കയറിയപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. ഇതിപ്പം 0 ആണ് എടുക്കുവാണേ. ഇത് കണ്ടോ, പെട്ടെന്നൊരു റെസ്പോൺസ് ഒന്നുമില്ല. ഓല ഏതർ ടു കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഒരു റെസ്പോൺസ് വരുന്ന വണ്ടിയല്ല. ഇച്ചിരി സൈലൻ്റ് ആയിട്ടങ്ങ് കയറുന്ന സാധനമാണ്. നമുക്കിവിടെ ഒരു കയറ്റമുണ്ട്, ഞാൻ ആ കയറ്റത്തിലോട്ട് കൊണ്ടുപോയി കാണിക്കാം. മറ്റേ ബ്രേക്കിങ്ങിൻ്റെ പാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ ബൈറ്റ് ഓല ഏതർ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ബൈറ്റില്ല. ഞാൻ ഓടിച്ചതിൽ എനിക്ക് ഏറ്റവും ബൈറ്റ് ഫീൽ ചെയ്ത് ഏതറാണ്. ഏതറിൻ്റെ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ച് നിൽക്കുന്ന പോലെ തൊട്ടടുത്താണ്. അത് അങ്ങനെയൊന്നുമല്ല. പിന്നെ ഓലയുടെ ഓക്കെയാണ്, ബ്രേക്കിംഗ് അടിപൊളിയാണ്. പക്ഷെ അതിന് അത്രയും പവറുണ്ട്. നമ്മൾ കൈ കൊടുക്കുമ്പോൾ ഹൈപ്പർ മോഡിലൊക്കെ അത് നമ്മളെയും കൊണ്ട് പോകും. ഇത് അങ്ങനത്തെ വണ്ടിയല്ല. ഇത് നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്കോ പ്രായമായവർക്കൊക്കെ എടുത്തു കൊടുക്കാം. കാരണം ഇതിന് അങ്ങനെ വലിയ ടൂ മച്ച് ഓഫ് പവർ ഡെലിവറി ഒന്നുമല്ല. ഇത് നമ്മളുടെ കയ്യിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. മറ്റേത് നമുക്ക് അൺകൺട്രോൾ ആയിട്ടുള്ള വണ്ടി, നമ്മളെയും കൊണ്ട് പോകുന്ന വണ്ടിയാണ്. ഇപ്പോൾ പരിചയമില്ലാത്തവർക്കൊക്കെ വലിയ വണ്ടിയെ പറ്റി ഐഡിയ ഇല്ലാത്ത നമ്മുടെ അപ്പച്ചനൊരു ഓല എടുത്തിട്ട് ഹൈപ്പർ മോഡ് ഇട്ട് കൊടുത്താൽ പുള്ളി അടുത്ത പറമ്പിൽ കിടക്കും. കാരണം അത് ഞാൻ ഈ വഴി കൊടുത്ത് തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. ഞാൻ ഫസ്റ്റ് ഓടിച്ചപ്പോൾ വണ്ടി എന്നെ കൊണ്ട് പോകാൻ. ഇതങ്ങനെയല്ല, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കണ്ടോ, ഇത് അങ്ങനെ പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല. പിന്നെ ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ ആയിക്കോട്ടെ, എല്ലാവർക്കും ഫ്ലാറ്റ് ഫുറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്. വലിയ സീറ്റ് പൊക്കമൊന്നുമില്ല, 2 പേർക്ക് ഇരിക്കാൻ പറ്റും. ഇതിൻ്റെ വെയിറ്റ് 129 കിലോകളാണ് കേട്ടോ ഇതിൻ്റെ ഒരു വെയിറ്റും കാര്യങ്ങളും വരുന്നത്. പിന്നെ എന്താ പറയുക, ഈ സസ്പെൻഷൻ ഉണ്ട്, ഇതിപ്പോൾ ചെറിയ ചാട്ടമൊക്കെ ഉണ്ട്. പറഞ്ഞു അത്ര സോഫ്റ്റ് ഒന്നുമല്ല, ഒരു റബ്ബർ പന്ത് കുത്തിപ്പൊങ്ങുന്ന ഒരു ഫീല്, അങ്ങനത്തെ ഒരു ഫീല്. അതായത് ചാടിയാണ് പോകുന്നത്, അങ്ങനെ പതിഞ്ഞങ്ങനെ സോഫ്റ്റായിട്ട് ഇരുന്ന് കയറി അങ്ങനെ പോകുന്ന സെറ്റപ്പൊന്നുമല്ല. എന്നാൽ അത്ര ഹാർഡും അല്ല. ഒരു സോഫ്റ്റ് ഫീലും ഒരു ഹാർഡ് ഫീലും കൂടെ മിക്സ് ചെയ്ത ഒരു ഫീല്, അങ്ങനത്തെ ഒരു ഫീല്. അപ്പോൾ ഇവിടെ ഒരു കയറ്റമുണ്ട്, നമുക്ക് ജസ്റ്റ് ഈ കയറ്റത്തെ കൊണ്ടുവന്നിട്ട് ഒന്ന് കയറ്റി നോക്കാം. ഇതൊക്കെയാണല്ലോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ വണ്ടി ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് കൈ കൊടുത്തിറക്കാം. കയറ്റത്തിലാണ്. പിന്നെ ഹിൽ ഹോൾഡ് ഇല്ല കേട്ടോ. നേരത്തെ ആണെങ്കിൽ ഇത് പുറകോട്ട് ഉരുണ്ട് പോകത്തില്ലായിരുന്നു. അതായത് മറ്റേ ടെക് പാക്ക് ഉള്ള സമയത്ത്, ടെക് പാക്ക് ഞാൻ പറഞ്ഞ ട്രയൽ പാക്ക് തീർന്നു, ഇനി അത് ആഡ് ചെയ്താൽ അതൊക്കെ വരത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ബ്രേക്ക് പിടിക്കണം, ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊടുക്കാം. ഇതുണ്ടോ, അങ്ങനെ പെട്ടെന്നൊന്നും കയറത്തില്ല. ഇത് ഒരു ലാഗ് അടിച്ചിട്ട് പയ്യെ അങ്ങോട്ട് പിന്നെ ഓടിയും കയറുന്നുണ്ട് കേട്ടോ. കൈ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ലാഗ് പോലെ വന്നിട്ട് ഉണ്ട്, പിന്നെ അങ്ങോട്ട് ആ ഒരു ക്വിക്ക് റെസ്പോൺസിൻ്റെ ഒരു കുറവുണ്ട്. പക്ഷേ ഞങ്ങൾ ഇന്നലെ 2 പേര് വെച്ച് കയറി. ആ വീഡിയോ ഞാൻ ചെറുതായിട്ട് ഇതിലൊന്ന് ആഡ് ചെയ്യാം. പക്ഷേ വൈകുന്നേരമായിരുന്നു, അതുകൊണ്ട് വെട്ടം കുറവാണ്. അതിൻ്റെ അകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് 65 കിലോ ഉണ്ട്, എൻ്റെ ഫ്രണ്ടിന് 100 കിലോ ഉണ്ട്. ഇതേ സെയിം വഴി തന്നെ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഈ വണ്ടിക്ക് 129 കിലോയും ഞങ്ങൾ 2 കൂടെ ഒരു 165 കിലോളം വരും. ഞങ്ങൾ 2 പേരും കൂടെ വെച്ചിട്ട് ഇതുപോലെയായിരുന്നു. ഒരു ലാഗ് ഫീൽ ചെയ്തു, പക്ഷേ വണ്ടി കയറി. ആദ്യം ഒന്ന് പമ്പ് നിന്നിട്ട് കയറി. ഇപ്പോൾ കണ്ടു ഇവിടെ ഒരു പച്ച ലൈറ്റ് തെളി, നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. ഇത് റീജനറേഷൻ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അതാണ് വണ്ടി ചാർജ് ആകുന്നത്. ഓട്ടോമാറ്റിക്കലി വണ്ടിയിലോട്ട് ചാർജ് കയറുന്നത്. അന്ന് മാരകമായിട്ടൊന്നും ചാർജ് കയറത്തില്ല, ചെറുതായിട്ടൊക്കെ കയറത്തേ ഉള്ളൂ. ഈ വെട്ടം അടിച്ചുകൊണ്ട് കാണാമെന്ന് അറിയത്തില്ല. അപ്പോൾ ആ റീജനറേഷൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ബ്രേക്ക് പിടിച്ചില്ല കണ്ടോ. ഓൾറെഡി ഒരു എൻജിൻ ബ്രേക്ക് എന്നൊക്കെ പറയലേ, അതുപോലൊരു സംഭവത്തിലാണ് വണ്ടി പോകുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ കൈ കൊടുത്ത് വണ്ടി എടുത്തു, വണ്ടി ഓടുന്നു, നമ്മൾ കൈ വിട്ടാൽ വണ്ടി ഒരു പിടുത്തം വരും. റീജനറേഷൻ്റെ ആണ്, അപ്പോൾ റീജനറേഷൻ കാണിക്കും കണ്ടോ. പിന്നെ വണ്ടി കയറി പറഞ്ഞെങ്കിൽ കണ്ടോ ഒരു ലാഗ് അടിച്ചിട്ടാണ് പിന്നെയും കയറുന്നത്. അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് ഇന്നലെ ആദ്യം ഓടിച്ചപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. അതായത് നമ്മളിങ്ങനെ സിറ്റിയിലൊക്കെ പോകുന്ന സമയത്ത് വണ്ടി ഇങ്ങനെ ബ്രേക്ക് പിടിച്ചിട്ട് പിന്നെ കൈ കൊടുക്കുമ്പം ഇങ്ങനെ പമ്മി നിന്നിട്ടാണ് കയറുന്നത്. അങ്ങനെ ക്വിക്കായിട്ട് അങ്ങ് കയറുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്ത ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ
വണ്ടിയായിട്ടൊന്ന് സെറ്റായി വരാൻ കുറച്ച് സമയമെടുത്തു. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് വണ്ടി അങ്ങ് എത്തുന്നില്ല തുടക്കത്തിൽ. നമ്മളിപ്പം പെട്ടെന്ന് ഇപ്പോൾ ഒരു വണ്ടിയുടെ പുറകെ പോയി നമ്മളിങ്ങനെ കുത്തി പോകുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് നിന്ന് ബ്രേക്ക് പിടിച്ച് പെട്ടെന്ന് ഇപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ പുറകെ ചെന്ന് പെട്ടെന്ന് അങ്ങ് ബ്രേക്ക് പിടിച്ചു, എന്നിട്ട് കൈ കൊടുത്ത് ഇങ്ങനെ അങ്ങ് കയറാൻ നോക്കിയാൽ കയറുന്നില്ല. മനസ്സിലായോ? ലാഗ് അടിച്ച് അങ്ങ് നിൽക്കുക. നിങ്ങൾക്ക് സംഭവം കത്തിയെന്ന് എനിക്ക് തോന്നുന്നു. അത് ഒന്നുകൂടെ കാണിച്ചില്ല. അതായത് നമ്മളിങ്ങനെ വന്നു, ഇവിടെ ഒന്ന് ബ്രേക്ക് പിടിച്ചു, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുത്ത് കയറാൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വണ്ടി കയറത്തില്ല. ആ ഒരു ലാഗ് കഴിഞ്ഞിട്ട് അങ്ങനെ വയ്യ. അതായത് ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റീജനറേഷൻ വർക്കാവും. അതാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പോഴത്തേക്കും വണ്ടി സ്ലോ ഡൗൺ ആവും, ഒരു ബ്രേക്ക് പോലെ ആവും. പിന്നെ അവിടുന്ന് തിരിച്ച് കയറി വരാൻ ഇച്ചിരി സമയം എടുക്കും ആ ഒരു ലാഗ്. നമുക്കിതൊന്ന് കൈ കൊടുക്കാം അല്ലേ? സ്ട്രെയിറ്റ് റോഡ് 50, 60, 61, 62, 72, 74, 75, 77, 77 വരെ കയറത്തുള്ളൂ കേട്ടോ. 78 കയറി, 79 കയറി, 80 കയറിയിരിക്കുകയാണ്. കമ്പനി പറഞ്ഞത് 73 81 കയറിയിരിക്കുകയാണ്. ഇന്ന് ഈ വണ്ടിക്ക് ഇച്ചിരി പവർ കൂടി കേട്ടോ. ഇന്നലെ ഇത്രയും പവറിലായിരുന്നു. അത്യാവശ്യം പവറുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ സ്ലോ ഡൗൺ ചെയ്തിട്ട് കയറി വരാൻ ലാഗുണ്ട്. അപ്പോൾ ഈ വണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടമ്മമാർ, സുന്ദരിമാരായ പെൺകുട്ടികൾ, ഫ്രീക്കടിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളൊക്കെ പറഞ്ഞ് അവൾക്ക് മറ്റേ സാധനം വെസ്പ എടുക്കണം എന്നാണ് പറഞ്ഞു. ഞാൻ ചോദിച്ചു സംഭവം അതിൻ്റെ കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു, മഞ്ഞ കളറും ലുക്കൊക്കെ. അപ്പോൾ ഏകദേശം ആ ഒരു കളർ സ്കീമും അതുപോലത്തെ ലുക്കൊക്കെ വരുന്നൊരു വണ്ടിയാണ്. ഇതിൻ്റെ ലുക്ക് അടിപൊളിയാണ്. ഇതിൻ്റെ മറ്റേ 2901-ൻ്റെയൊക്കെ കളറ് മഞ്ഞയുണ്ട്, ഒരു സ്കൈ ബ്ലൂ കളറുണ്ട്. അതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഈ വണ്ടി കാണാൻ ലുക്കാണ്, എവിടെയും കൊണ്ടുപോകാം. അപ്പോൾ ഇതേ ഒരു ചേതക്ക് ഓപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രീക്ക് അടിച്ച് പോകാൻ പറ്റുന്നവർക്ക്, പിന്നെ ഫാമിലി മാനായിട്ടുള്ള അപ്പച്ചൻ, അമ്മച്ചി, അമ്മായി, അമ്മാവൻ, ഇവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ പുതിയ വണ്ടിയുടെ പോസിറ്റീവ് കാര്യങ്ങൾ പറയാം. റേഞ്ച് കൂട്ടി 153 കിലോമീറ്റർ കമ്പനി പറയുന്നു, 120ഓളം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ചാർജർ വലിയ ചുമന്നുകൊണ്ട് നടക്കണ്ട, വള്ളിയാണ്, ആ വയർ മാത്രം എടുത്ത് കുത്തിയാൽ മതി. പിന്നെ ചാർജിങ് ടൈം, ഫാസ്റ്റ് ചാർജർ വന്നതോടുകൂടി 80% ആകാൻ വെറും 3 മണിക്കൂർ മതി. പിന്നെ ഇതേ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, ടച്ച് സ്ക്രീനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ജസ്റ്റ് വണ്ടി ഇവിടെ നിന്ന് തിരിക്കാൻ കേട്ടോ. പിന്നെ എന്താ പറയുക, ഈ വണ്ടിയുടെ ഫുഡ് ബോർഡ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, വണ്ടിക്ക് ലെങ്ത് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് സ്പേസ് കൂടിയിട്ടുണ്ട്. ഗ്യാസ് ഊറ്റി വെക്കുന്നൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ, അതൊന്നും ഇതിൻ്റെ അകത്ത് കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അണ്ടർസീ സ്റ്റോറേജ് 35 ലിറ്റർ ആക്കി കുറച്ച് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും, ഒരു വീട്ടിലോട്ട് വേണ്ട പാല്, പഴം, പഞ്ചസാര, അരി, മണ്ണെണ്ണ എല്ലാം അതിൻ്റെ അകത്ത് കെട്ടിക്കൊണ്ടുപോകാം. അപ്പോൾ അത്യാവശ്യം മണ്ണെണ്ണയൊന്നും വാങ്ങിച്ച് വെച്ചേക്കില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ സാധനവും വെക്കാൻ പറ്റുന്ന അത്ര സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കുറേ കൂടെ അല്ല, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കാലത്തിനൊത്ത ഫീച്ചേഴ്സും കാര്യങ്ങളും അപ്ഡേറ്റ്സും ഇതിൻ്റെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. നാവിഗേഷൻ വന്നു, കളർഫുള്ളായിട്ട് ഡിസ്പ്ലേ വന്നു, കോള്, കണക്ടിവിറ്റി, അങ്ങനെ വേണ്ട മാങ്ങ തേങ്ങ എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 132 എക്സ് ഷോറൂം വരുന്നത്. ഓൺ റോഡ് വരുമ്പോൾ 149 വരും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാങ്ങാൻ പറ്റുന്ന കിടിലം വണ്ടിയാണ്. ഇതിൻ്റെ ടെക് ബാക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ 7500 രൂപയോളം വരുമ്പോഴത്തേക്ക് ഒരു 50-something രൂപ വണ്ടിക്ക് വരത്തുള്ളൂ, ഒരു 60 രൂപ താഴെ വരത്തുള്ളൂ. അപ്പം ലാഭമാണ്, 5 വർഷത്തേക്ക് ടെക് ബാക്ക് ഉണ്ടല്ലോ. അതേസമയം നമ്മൾ ഓല ഏതറിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ടു മച്ച് ഓഫ് പവർ അവിടെ കിട്ടുന്നുണ്ട്. റേഞ്ചും ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെ ആയിരിക്കും. റേഞ്ച് ഇത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അനിയൻ്റെ വണ്ടി ഏതൊരു ടോപ്പ് വേരിയൻ്റ് ആണ്, അതിനൊരു 90 ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നുള്ളൂ. 110 അത് ഇച്ചിരി റേഞ്ച് കൂടിയ വണ്ടിയായിരുന്നു. ഇപ്പോൾ 90 ആ ഒരു റേഞ്ചിലൊക്കെ. കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, കാരണം നമ്മളത് 100 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് 3 തവണ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് പോകുന്നത്. എൻ്റെ കിലോമീറ്ററൊന്നും അങ്ങനെ നോക്കാറൊന്നുമില്ല. തീരുമ്പോൾ 100 രൂപ അതിൻ്റെ ആപ്പിലിടും, ഏതെങ്കിലും ഫാസ്റ്റ് ചാർജ് സെൻറ്ററിൽ കൊണ്ട് കുത്തും. കാരണം വണ്ടി കൊച്ചിയിലാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മളിത് ആപ്പിൽ റീചാർജ് ചെയ്യൊന്നും വേണ്ട, ഇതിന് ചാർജറുണ്ട്, കറണ്ടേ കൊണ്ടേ കുത്തിയിടാം. അപ്പോൾ പെട്ടെന്ന് 3 മണിക്കൂറിനുള്ളിൽ വണ്ടി ചാർജ് ആവും. പിന്നെ വണ്ടിയുണ്ട്, വണ്ടി അടിപൊളിയാണ്. വലിയ സീനൊന്നും ഞാൻ ഓടിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സിറ്റി യൂസിനൊക്കെ പറ്റുന്ന ഒരു വണ്ടിയാണ്, ഡെയിലി യൂസിന് പറ്റുന്നൊരു വണ്ടിയാണ്. സസ്പെൻഷൻ ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോയാലും സസ്പെൻഷൻ കുറച്ച് ഇത്തിരി ഹാർഡ് പോലത്തെ ഫീൽ ഉള്ളതുകൊണ്ട് തന്നെ സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്ന് വലിയ കംപ്ലയിൻസ് ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ചാട്ടമുണ്ട് കേട്ടോ, 2 പേര് പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ സാധനത്തിന്, ഫിറ്റിലും ഫിനിഷിലും എല്ലാത്തിലും ഉപയോഗിച്ചേക്കുന്നതിലൊക്കെ. കാരണം ബോഡി പാനൽസ് പകുതിയും മെറ്റൽ പാർട്സ് ആണല്ലോ, കുറച്ച് പാർട്സൊക്കെ ഫൈബർ വരുന്നുള്ളൂ. ഞാൻ ആ തണലത്തോട്ട് കയറ്റിയിട്ട് ഈ വണ്ടിയുടെ എന്താ പറയുക മീറ്റർ ഒന്നുകൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇൻഡിക്കേറ്റർ എവിടെയാണ്? ഇൻഡിക്കേറ്ററിനൊരു തപ്പൽ വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ ഈ ലെഫ്റ്റ് സൈഡിലാണല്ലോ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തപ്പൽ വരുന്നുണ്ട്. ഒരു തണൽ കിട്ടിയിട്ടുണ്ട്, ഇവിടെ വെക്കാം. ഓക്കെ, അപ്പോൾ മീറ്റർ കൺസോളിലോട്ട് പോകാം. മീറ്റർ കൺസോളിലോട്ട് പോകുമ്പോൾ
ഇവിടെയാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നത്. സെറ്റിങ്സ് വരുന്നുണ്ട്, ഡോക്യുമെൻറ്റ്സ് ആഡ് ചെയ്യാൻ വരുന്നത്, ഡിസ്പ്ലേ വരുന്നത്, വെഹിക്കിൾ ഇൻഫോ, ഹെൽപ്പ്, സെറ്റിങ്സ് വീണ്ടും തന്നെയാണ് വരുന്നത്. ഇതേ ഡോക്യുമെൻറ്റ്സ്, ബ്രൈറ്റ്നസ്, തീം, ഇതൊക്കെ മറ്റേ ടെക് പാക്കിലുള്ളൂ കേട്ടോ. ടച്ചിൻ്റെ സെൻസിറ്റിവിറ്റിയാണ്. പിന്നെ ഈ സ്വിച്ചസിൽ ഇത് ബാക്ക് അടിക്കാം കേട്ടോ, ഞാനിവിടെ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഡി മാത്രമേ ഉള്ളൂ, ഡി ഡ്രൈവിംഗ് മോഡ് മാത്രമേ ഉള്ളൂ, സ്പോർട്സ് മോഡ് ഇല്ല. മറ്റേത് ആക്കുമായിരുന്നെങ്കിൽ സ്പോർട്സ് മോഡും കൂടെ ആകുമ്പോൾ സ്പോർട്സ് മോഡിൽ കുറച്ചുകൂടെ പവർ എടുക്കും, കുറച്ചുകൂടെ പവർഫുള്ളായിട്ട് വണ്ടി പറക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് ഇല്ലാത്ത പവറൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇതിനുള്ള പവറൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ പറയാം, ഒരു ഇനീഷ്യൽ ആ ഒരു ടോർക്ക് ഉണ്ടല്ലോ, ആ ഒരു ചാട്ടം അത് കൂടും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതുവത്സര ആശംസകൾ നേരുന്നു. എനിക്ക് ജലദോഷവും തൊണ്ടയ്ക്ക് വേണ്ടിയാണ്, അതുകൊണ്ട് ഇടയ്ക്ക് വീഡിയോയിൽ കരകരപ്പൊക്കെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് പറക്കാം. പറക്ക് കൊള്ളാം കേട്ടോ. ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓടിക്കുന്നല്ല, വൈബ്രേഷൻ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ ഒന്നും മറക്കരുത്. എപ്പോൾ തന്നെ സ്നേഹം വീണ്ടും തരിക. അപ്പോൾ നമുക്ക് ഈ വണ്ടി വന്നിരിക്കുന്നത് റോയൽ ബജാജ് കോട്ടയമാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ വണ്ടി കൊടുക്കാൻ പോവാണ്. ടാറ്റ, ബൈ.